ഗൈസ് നമ്മൾ ഫ്രാങ്ക്ലിൻ അങ്ങനെ തിരിച്ച് നമ്മളെ ലോസ് ആൻഡേഴ്സിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഗൈസ്. കുറേ കാലം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 3 months ആയിക്കണ്. നമ്മൾ ലാസ്റ്റ് GTA വീടിട്ടത് 3 മാസം അങ്ങനെ ആയിക്കണ്. അപ്പോൾ നമ്മളെ ഫ്രാങ്ക്ലിന് ചെറിയ പ്രശ്നങ്ങൾ കാരണം മാറിക്കേണ്ടി വന്നു ഗൈസ്. നമ്മുടെ കൂടുന്ന ഷിൻജാനൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ വന്ന് ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. നമ്മൾ എയർപോർട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് അന്ന് വന്നപ്പോൾ ഇവിടെ ഒരു ബൈക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എവിടെ വെച്ചെന്ന് എനിക്കൊരു ഓർമ്മയില്ല. അപ്പോൾ അത് ഞാനിവിടെ എവിടെയെങ്കിലൊക്കെ ഒന്ന് തപ്പണം. കുറച്ച് കാലമായില്ലേ, അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് മാറി നിൽക്കണേ. നമുക്ക് എന്തായാലും നോക്കിയൊക്കെ ഇവിടെ എവിടെയൊക്കെ. A few moments later. ഓക്കെ ഗൈസ്, നമ്മളെ വണ്ടി അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത് എയർപോർട്ടിലത്തെ ഈ ഒരു വർക്കറും കാര്യങ്ങളൊക്കെ എവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ചങ്ങായിൻ്റെ കയ്യിൽ തന്നെ കീ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കീ ഒക്കെ വാങ്ങിച്ച് വണ്ടി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ എവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. സംഭവം നമ്മൾ നോക്കിയപ്പോഴായിരുന്നു. അപ്പോൾ ആകെ പൊടിയൊക്കെ ഇരുന്നിട്ട് വണ്ടി സ്റ്റാർട്ടാക്കുന്നുണ്ടായിരുന്നില്ല. നമ്മളൊരു മെക്കാനിക്കിനൊക്കെ വിളിച്ച് വണ്ടി സെറ്റാക്കിയതാണ്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അത് ഇത്തിരി നേരം പിടിച്ചിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും വണ്ടി കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ ലാസ്റ്റത്തെ എപ്പിസോഡിൽ ഇവിടെ എന്തായിരുന്നു കാർ ഡീലർഷിപ്പ് ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ കാർ ഡീലർഷിപ്പിൻ്റെ ആൾ നമ്മൾ നൈസായിട്ട് തേച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ക്യാഷും കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ ക്യാഷ് കൊടുത്തില്ല. ആളെന്ത് പണിയാണ് കിട്ടി നമ്മളോടൊന്നും പറഞ്ഞില്ല. നൈസായിട്ട് പോയി പോലീസിലാണ്ട് കംപ്ലയിൻറ്റ് ചെയ്ത് പോലീസുകാരൊക്കെ വന്ന് നമ്മളെ പിടിച്ചാണ്ട് പൊക്കി. നമ്മളെന്ത് പണിയാണ് കിട്ടി ജയിലും കൊണ്ട് മെല്ലെ ചാടി ഇവിടുന്നാണ്ട് സ്ഥലം വിട്ട്. പിന്നെ നമ്മൾ അവിടുന്ന് എന്തൊക്കെ മാനേജ് ചെയ്ത് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കുരുത്തക്കേടും ഇല്ലാണ്ട് നമ്മൾ ജീവിക്കണം കൈസി സിറ്റിയിൽ. എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചാൽ വീണ്ടും പോയി കിടക്കുക. അതുകൊണ്ട് ഞാൻ നല്ലവനായി ജീവിക്കാൻ പോവുകയാണ് ഈ സിറ്റിയിൽ. നമ്മൾ ഇന്നലെ നൈറ്റിലാണ്ട് ഫുഡ് കഴിച്ചതാണ്. പിന്നെ ഇതുവരെയായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല. നമുക്ക് എന്തായാലും ഈ ഹോട്ടലിൽ വിട്ടുന്നേ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ട് വരാം. അപ്പോൾ നമ്മളെന്തായാലും എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ട് വരാം. അതാണ് ഫുഡ് ഞാനെല്ലാം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഷിൻജാൻ്റെ കാര്യം എന്താ വെച്ചാൽ ഷിൻജാൻ അന്ന് മനസ്സിലായിക്കണേ ഈ ആള് നമ്മളെ വിളിച്ച് ഇങ്ങനെ ഒരു സീനായപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും കുടുങ്ങാനുള്ള പണി ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും ഷിൻജാനെ നേരെ അവൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവന് വരാനുള്ള ചാൻസസ് ഒക്കെ കുറവാണ്. എന്തായാലും അവനെ വിളിച്ചു കൊണ്ടിരും കഴിച്ചു. ഞാൻ എന്തായാലും നാളത്തെ എപ്പിസോഡിൽ അവനെ വിളിച്ചുകൊണ്ടുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. എന്തായാലും അവനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ സെറ്റാക്കുക. നമ്മൾ ഏതോ ഒരു ചങ്ങാനെ തട്ടിയിട്ടുണ്ട്. ആരും കണ്ടിട്ടില്ല. നമുക്ക് നൈസായിട്ട് ഇവിടുന്ന് മുങ്ങാം. പയ്യെ കേസ് ഇനി വീണ്ടും പോയി കിടക്കാം. നമുക്ക് നേരെ ഇവിടുന്ന് പോവാം. നമ്മൾ ഇവിടുന്ന് ഒരു റെൻ്റൽ വീട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ അത് എവിടെയെന്ന് എനിക്ക് ഓർമ്മയില്ല. ആ വീട് എവിടെയാണാവോ. നമുക്ക് എന്തായാലും ആ വീട്ടിലോട്ട് നേരെ വിടാം. A few moments later. ഓക്കെ, നമ്മൾ റെൻ്റൽ വീടിൻ്റെ അടുക്ക് എത്താനായിട്ടുണ്ട്. ഇവിടെ കൊണ്ടാണ് മാപ്പിൽ കാണിക്കുന്നത്. നമുക്ക് എന്തായാലും ഈ ഒരു വഴി നേരെ പോയേക്കാം. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ട്വിസ്റ്റ് എന്താ വെച്ചാൽ ആ റെൻ്റൽ വീടുണ്ടല്ലോ, അത് ഞാൻ ഈ സിറ്റിയിൽ നിന്ന് ഒഴിവായി പോകുമ്പോണ്ടല്ലോ നമ്മൾ സെയിലാക്കിയതാണ്. പക്ഷെ നമുക്ക് കിട്ടിയ വീട് അത് തന്നെ. നമ്മൾ സെയിലാക്കിയ വീട് തന്നെ നമുക്ക് റെൻറ്റിന് കിട്ടി. നമ്മളെ വീട് തന്നെയാണ്. അപ്പോൾ ഇതാണ് ആൾ വാങ്ങിച്ചിട്ട് ഒരു മാറ്റം ചെയ്തിട്ടില്ല കേട്ടോ. നമ്മളെങ്ങനെ കൊണ്ടുപോയി നടന്നിരുന്നു അതേപോലെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുണ്ടായി വെച്ചാൽ എൻ്റെ BM ഒക്കെ കൊടുക്കേണ്ടി വന്നു. ലാസ്റ്റത്തെ എപ്പിസോഡിൽ നമ്മൾ BM ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ കൊടുക്കേണ്ടി വന്ന്. ഇവിടെ ആകെ ടാക്സുകാരൊക്കെ വന്ന് എല്ലാം പിടിച്ച് വലിച്ച് കൊണ്ടുപോയി. ഇപ്പം നമ്മളൊരു ദരിദ്രനായി. ഇപ്പം നമ്മളെയൊക്കെ ആകെയുള്ള ഈ വണ്ടിയാണ്. അന്ന് എയർപോർട്ടിലേക്ക് പോകുമ്പോൾ എടുത്ത വണ്ടിയാണ് ഇപ്പോൾ നമ്മളെ കയ്യിലുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ വീടിൻ്റെ ഉൾവശം കൈസ്. ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നതാകും. ഒരു 3 ബെഡ്റൂമും ആ നേരെ കാണുന്നത് ഒരു ബാത്റൂമാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഫ്രഷ് ആയിട്ടേ നമുക്ക് ഹോട്ടലിൽ പോയിട്ട് കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ വന്നിട്ട് കഴിച്ചിട്ട് കിടക്കാം. പിന്നെ നമുക്ക് ഷിൻജാനൊന്ന് വിളിക്കണം. ഷിൻജാൻ്റെ വീട്ടിലേക്ക് ഒന്ന് വിളിച്ചിട്ട് അതൊന്ന് പറഞ്ഞേക്കണം. അങ്ങനെ കൊണ്ടുവരാച്ചാൽ നമുക്ക് കൊണ്ടുവരാം കേസ്. അല്ലാണ്ട് ഇപ്പോൾ ഒരു ബോറാവും കേസ്. ആരില്ലാണ്ട് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഇരിക്കണ്ടേ. ഓക്കെ, നമ്മളെന്തായാലും ഫ്രഷൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഒന്ന് റെസ്റ്റോറൻറ്റിലോട്ട് പോകണം കേസ്. നമുക്ക് കുറച്ച് ഫുഡൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷിൻജാൻ്റെ വീട്ടിലോട്ട് വിളിച്ചാലാന്നുണ്ട്. ഓനൊന്ന് കൊണ്ടുവരണം കഴിച്ച്. അല്ലാണ്ട് നടക്കൂല, ഞാൻ പറഞ്ഞില്ലേ. നമുക്ക് നമ്മളെ വണ്ടി എടുത്തിട്ട് നേരെ ഹോട്ടലിലോട്ടാണ്ട് വിടാം. ഇവിടെ പിന്നെ അടിയിൽ നമുക്കൊരു ഗ്രോസറി സ്റ്റോർ ഉണ്ട് കേട്ടോ. അവിടുന്ന് കുറച്ച് ഐറ്റംസും കൂടി വാങ്ങിക്കണം. പിന്നെ നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ജോലി നോക്കണം. നമ്മളെ കയ്യിൽ ക്യാഷൊന്നും ഇല്ല. ക്യാഷ് എന്ന് പറയാൻ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് പോകണം. അത് എന്തെങ്കിലും ക്യാഷ് കുറച്ച് ഉണ്ടാക്കിയിട്ട് ഷിൻജാനെ വിളിച്ചാൽ മതിയാണെന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. പിന്നെ നമ്മുടെ വീടിൻ്റെ ബാക്കിലത്തെ സ്വിമ്മിംഗ് പൂൾ ഇതാണ്. അതിൽ വെള്ളമൊന്നുമില്ല. വെള്ളമൊക്കെ നിറക്കണം. വെള്ളം നിറച്ചിട്ടും കാര്യമൊന്നുമില്ല. ഞാൻ സ്വിമ്മിംഗ് പൂളിൽ അല്ലാണ്ട് കിടക്കൊന്നുമില്ല കേസ്. ഷിൻജാൻ വന്നതിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കോളൂ. വന്നാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാട്ടാം. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് എന്തായാലും ഷിൻജാനെ വിളിക്കണം കേട്ടോ. നമുക്ക് എന്തായാലും നേരെ കടയിലോട്ട് പോകണം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. A few moments later. ഓക്കെ, നമ്മൾ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവുക ഗൈസ്. അപ്പോൾ നമ്മളൊരു ഗ്രോസറി സ്റ്റോറും കാര്യങ്ങളൊക്കെ പെട്രോൾ പമ്പിൻ്റെ അവിടെ വാങ്ങിച്ച് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ലേ. അതിന് നമ്മൾ സെയിലാക്കി ഗൈസ്. അതൊക്കെ നമ്മൾ സെയിലാക്കേണ്ടത് എല്ലാം പോയി നമ്മളെ കയ്യിൽ നിന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് നേരെ നമ്മളെ വീട്ടിലോട്ട് അങ്ങോട്ട് പോവാം. അപ്പോൾ ഈ ഒരു വഴിയൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലേ. ഞാൻ ഇത്ര കാലമായിട്ടൊന്നും മറന്നിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ അധികം കാലമൊന്നും ആയിട്ടില്ല അല്ലേ. 3 months അങ്ങനെ ആയിട്ടില്ലല്ലോ. അപ്പോൾ അത് മറക്കാനൊന്നും ആവില്ലല്ലോ. ഈ വഴിയൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. നമ്മൾ 24 മണിക്കൂർ ഈ വഴി കൂടെ ഒക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് പോവാം. അപ്പോൾ ഈ പോണ വഴിക്ക് നമ്മളൊരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ മിക്കതും ഇപ്പം അടുത്ത് തന്നെ പർച്ചേസ് ആക്കും. ഞാൻ അല്ലാണ്ട് നടക്കൂല കേസ്. ആ വീട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു വീട് തന്നെയാണ്. നമ്മൾ ഇത്ര കാലം ആ വീട്ടിലായിരുന്നു. പിന്നെ നമുക്ക് പോകേണ്ടി വന്നപ്പോൾ ആ വീട് എങ്ങനെയാണ്ട് പോയി. ഇവിടെയുള്ള എന്തൊക്കെ ഉണ്ടായെന്ന് എനിക്കോലും ഓർമ്മയില്ല.
ഇത് ഈ വഴി കാണാൻ വീട് ഇരുന്ന് നമുക്ക് എന്തായാലും വാങ്ങിക്കാൻ. ഞാൻ എന്തായാലും പിന്നെ ഒരു ദിവസം ഡീറ്റെയിൽ ആയി കാണിച്ചു തരാം. അപ്പോൾ ടൈമില്ല. കൂടെ നമുക്ക് നേരെ പൂപ്പല്ലക്കായിരുന്നു. ഈ ചങ്ങായിമാർ ഇവർക്ക് ഇപ്പോഴും ഒരു ബോധം വെച്ചിട്ടില്ലല്ലോ. വണ്ടി ഓടിക്കാൻ അറിയാത്ത പൊട്ടന്മാരാണ് ഈ സിറ്റിയിൽ മൊത്തം. നമ്മളങ്ങനെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പം ഈ വീട് ഞാൻ എന്തായാലും വാങ്ങിക്കൂല. സംഭവം ഇത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തൊരു വീടാണ്. അപ്പം ഇതിൻ്റെ അടിയിൽ ഞങ്ങൾക്ക് കാണിച്ചു തന്നെ, ഞാൻ എന്തായാലും കാണിച്ചു തരാം. ആ വീടാണ് നമ്മൾ വാങ്ങിക്കുക. അത് ഇത്തിരി ലക്ഷറി വീടാണ്. അപ്പം നമുക്ക് എന്തായാലും നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഷിൻജാനൊക്കെ ഒന്ന് വിളിച്ചു നോക്കണം. എന്നാലും ഷിൻജാനെ ഞാൻ വിളിക്കുന്നത് ചിലപ്പോൾ രാവിലെ ഇട്ടാവും. അപ്പോൾ അവനെ വിളിച്ചിട്ട് ഞാൻ എന്തായാലും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് അവനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരാൻ പറ്റും നോക്കാം. എന്നാലും അടുത്ത എപ്പിസോഡിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവനെ നമുക്ക് വിളിച്ചുകൊണ്ടിരുന്ന വീഡിയോ എടുക്കുക ഗൈസ്. അങ്ങനെയാണെങ്കിൽ നമ്മളങ്ങനെ ഫുഡ് ഐറ്റംസ് ഒക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുള്ള വീഡിയോ ഗൈസ്, ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പം നമുക്ക് എന്തായാലും സിറ്റിയിലോട്ട് തിരിച്ച് വരാൻ പറ്റിയല്ലോ, അതന്നെ നല്ലത്. അപ്പോൾ ഇതേപോലത്തെ GTA കണ്ടന്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടെ. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പോൾ എന്തായാലും അടുത്ത ഷിൻജാനെ വിളിക്കാൻ പോണതാവും. ഓനെന്തായാലും വിളിച്ചുകൊണ്ടിരണം കൈസ്. നിങ്ങൾ പറയും കമന്റിൽ പറയും ഷിൻജാനെ വിളിച്ചുകൊണ്ടിരണം. ഷിൻജാൻ എന്തായാലും നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. നിങ്ങൾ പറഞ്ഞാലും നമ്മൾ കൊണ്ടുവരും. ഷിൻജാൻ അങ്ങനത്തെ ഒരാളാണ് കൈസ് നമ്മളെ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. ബൈ ഗൈസ്.